Hello dear students, welcome back to the world of web. അഞ്ചാമത്തെ ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML. അതിൽ ലിസ്റ്റുകളും ടേബിളും ക്രിയേറ്റ് ചെയ്യുന്നതിനാവശ്യമായ ടാഗുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പോകുന്നത് ബ്രൗസർ വിൻഡോയെ ചില ഫ്രെയിമുകളായി എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് HTML പ്രൊവൈഡ്സ് യു എ ടാഗ് നെയിംഡ് ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റ് എന്നൊരു ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ബ്രൗസർ വിൻഡോയെ 2-3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, ഒരു വിൻഡോയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഐദർ വി ക്യാൻ ഡിവൈഡ് ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി. ഹൊറിസോണ്ടൽ ഡിവിഷൻ അതിനെ റോസ് എന്നാണ് പറയുക. ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു റോ ഉണ്ടാകുന്നു, താഴെ ഒരു റോ ഉണ്ടാകുന്നു. വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലൊരു കോളം ഉണ്ടാകുന്നു, റൈറ്റിലൊരു കോളം ഉണ്ടാകുന്നു. So vertical division ആണ് നമുക്ക് ആവശ്യമെങ്കിൽ we have to make use of the attribute calls, and if you want a horizontal division of the window we can make use of the attribute rows. അപ്പോൾ ഇത് രണ്ടുമാണ് ഫ്രെയിം സെറ്റിനോടൊപ്പം ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടുകൾ. ഇത് കൂടാതെ ബോർഡർ കളർ അങ്ങനെ 2 ആട്രിബ്യൂട്ട് കൂടി ഉപയോഗിക്കാറുണ്ട്. ഓരോ ഫ്രെയിമിൻ്റെയും ബോർഡറിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ആ ബോർഡറിന് പ്രത്യേകം കളർ വേണമെങ്കിലും കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് തീർച്ചയായിട്ടും റോസ് ആൻഡ് കോളംസ് തന്നെയാണ്. ബ്രൗസർ വിൻഡോയെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സെക്ഷനിലും ഓരോ ഡിവിഷനിലും ഏത് വെബ് പേജാണ് ഡിസ്പ്ലേഡ് ആകേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വി ഹാവ് അനദർ ടാഗ് ഫ്രെയിം. അപ്പോൾ ഈ ചാപ്റ്ററിൽ കണ്ടുവരുന്ന പല ടാഗുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ടാഗ് ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ളിൽ മറ്റു ചില ടാഗുകൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ചില ഓർമ്മപ്പെടുത്തലുകൾ ഞാൻ നടത്താം. ലിസ്റ്റ് വന്നപ്പോൾ UL ആണെങ്കിലും OL ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ LI ടാഗ് ഉപയോഗിച്ചു. DLനോടൊപ്പം DLൻ്റെ ഉള്ളിൽ DT ടാഗ് DD ടാഗ് എന്ന് ഉപയോഗിച്ചു. ടേബിൾ ടാഗ് വന്നപ്പോഴത്തേനും അതിനകത്ത് TR ടാഗ്, അതിൻ്റെ ഉള്ളിൽ TH ടാഗ് അല്ലെങ്കിൽ TD ടാഗ് ഉപയോഗിച്ചു എന്ന് പറയും മാതിരി ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദ ഫ്രെയിം ടാഗ്സ് ഇൻസൈഡ് ദ ഫ്രെയിം സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം ടാഗിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ ബ്രൗസർ വിൻഡോയുടെ ഓരോ സെക്ഷനിലും ഓരോ ഡിവിഷനിലും ഏത് വെബ് പേജാണ് കാണിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഫ്രെയിം ടാഗ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രെയിം ടാഗിനോടൊപ്പം നിർബന്ധമായിട്ടും ഒരു ആട്രിബ്യൂട്ട് വേണ്ടി വരും. ഏതായിരിക്കും? SRC, സോഴ്സ് ഫയൽ. അവിടെ ആ ഫ്രെയിമിൽ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട ഫയൽ നെയിം, വെബ് പേജിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യാനായിട്ട് SRC എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ സ്ക്രോളിംഗ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, നോ റീസൈസ്, മാർജിൻ വിഡ്ത്ത്, മാർജിൻ ഹൈറ്റ്, നെയിം എന്നീ ആട്രിബ്യൂട്ട്സും ഫ്രെയിം ടാഗിനോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. SRCയുടെ ഉപയോഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്ക്രോളിംഗ് സാധാരണ ഒരു ബ്രൗസർ വിൻഡോ ആണെങ്കിലും വളരെ ലെങ്തി പേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബ്രൗസർ വിൻഡോയിൽ അറ്റ് എ ടൈം ഒരു സ്ക്രീൻ ഫുള്ളായിട്ട് നിൽക്കാത്ത കോണ്ടൻ്റ് ആണ് പേജിലുള്ളതെങ്കിൽ സ്ക്രോൾ ബാർ വിസിബിൾ ആകുമല്ലോ. ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും വെർട്ടിക്കൽ സ്ക്രോൾ ബാറും. അങ്ങനെ സ്ക്രോളിംഗ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ വി ഹാവ് സ്ക്രോളിംഗ് ആട്രിബ്യൂട്ട്. അതോടൊപ്പം വിൻഡോയ്ക്ക് ബേസിക്കലി ഒരു സൈസ് ഉണ്ടാവും. ഒരു ബ്രൗസർ വിൻഡോയെ 2-3 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ സൈസ് ഉണ്ടാവും. പെർസെൻറ്റേജ് വൈസായിട്ടായിരിക്കും സാധാരണഗതിയിൽ ഡിവൈഡ് ചെയ്യുക. നമ്മളത് കോഡ് എഴുതി തന്നെ കാണും. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫ്രെയിം സെറ്റിലെ ഡിവിഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇനിഷ്യലി ആ ബ്രൗസർ വിൻഡോയിൽ പേജുകളെ ഡിസ്പ്ലേ ചെയ്യിക്കുക. ബ്രൗസർ വിൻഡോയെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഫ്രെയിമിനെയും റീസൈസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫോർ എക്സാമ്പിൾ ഹൊറിസോണ്ടൽ ഡിവിഷൻ ആണെങ്കിൽ ആ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. റോയുടെ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ ബോർഡറിൽ വെച്ചിട്ട് മൗസ് പോയിൻ്റർ മെല്ലെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി വെർട്ടിക്കൽ ഡിവിഷൻ ആണെങ്കിലോ ആ ബ്രൗസർ വിൻഡോയെ 2 കോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തല്ലോ, ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ബൈ ഡ്രാഗിങ് ദ മൗസ് പോയിൻ്റർ അറ്റ് ദ ബോർഡർ. അങ്ങനെ ഇപ്പോൾ സൈസ് കൂട്ടേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ വി ഹാവ് ടു ഇൻക്ലൂഡ് ദ ആട്രിബ്യൂട്ട് നോ റീസൈസ്. നോ റീസൈസ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു കാൺ ചേഞ്ച് ദ വിഡ്ത്ത് ഓർ ഹൈറ്റ് ഓഫ് ദ ഫ്രെയിംസ്. ഓക്കെ, പിന്നെ ഒന്ന് മാർജിൻ വിഡ്ത്ത് ആൻഡ് മാർജിൻ ഹൈറ്റ്. പലപ്പോഴും നമ്മൾ ഇതിന് സിമിലർ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രൗസർ വിൻഡോയുടെ പല ഡിവിഷൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഓരോ ഡിവിഷനിലും ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് പേജിലെ കോണ്ടൻറ്റ് ടോപ്പ് ബോട്ടം ബോർഡറിൽ നിന്ന് എന്തുമാത്രം ഗ്യാപ്പിൽ വേണം, അതാണ് മാർജിൻ ഹൈറ്റ്. ഇനി ലെഫ്റ്റ് റൈറ്റ് ബോർഡറിൽ നിന്നും എന്തുമാത്രം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം ആ കോണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് മാർജിൻ വിഡ്ത്ത്. പിന്നെ ഒന്ന് നെയിം.
ഒരു ഡിവിഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് നെയിം. എന്തിന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരാം. സംടൈംസ് ഒരു ഫ്രെയിമിൽ ബ്രൗസർ വിൻഡോയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, ഒരു ഫ്രെയിമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വെബ് പേജിലെ ചില ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേത് ഫ്രെയിമിലാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ സൂചിപ്പിക്കേണ്ടി വരുമ്പോഴാണ് ഫ്രെയിമിനെ നെയിം ചെയ്യേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനുസരിച്ചാണെങ്കിൽ പോലും ലിങ്കിങ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വി നീഡ് ആങ്കർ ടാഗ്, എ ടാഗ് ഉപയോഗിക്കും. ആ എ ടാഗിനുള്ളിലാണ് ടാർഗറ്റ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. എ ടാഗിനുള്ളിൽ ടാർഗറ്റ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ടാർഗറ്റ് ആട്രിബ്യൂട്ടിനോടൊപ്പമാണ് ഈ നെയിം പറയുക. നമ്മൾ ഫ്രെയിമിന് ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിമിനെ റെഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വെബ് പേജിൻ്റെ, നിലവിൽ കുറേ ഫ്രെയിമുകൾ ഉണ്ടാവും ഒരു ബ്രൗസർ വിൻഡോയിൽ, അതിലേതെങ്കിലും ഒരു ഫ്രെയിമിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് പേജിൻ്റെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഏത് ഫ്രെയിമിലാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നാണ് പറയേണ്ടി വരിക. അപ്പോൾ എ ടാഗിൻ്റെ ടാർഗറ്റ് എന്ന ആട്രിബ്യൂട്ടിനോടൊപ്പമാണ് ഈ നെയിം യൂസ് ചെയ്യുന്നത്. Once the name is defined, that will be used along with the target attribute of the anchor tag when a hyperlink is established. Right? ഒരു കോഡ് നമുക്ക് നോക്കാം. ഇവിടെ ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫ്രെയിം സെറ്റ് എന്ന ടാഗിനോടൊപ്പം റോസ് എന്ന ആട്രിബ്യൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ആയിട്ട് ശ്രദ്ധിച്ചോളൂ, 30% എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രൗസർ വിൻഡോയെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുക. ഒരു പോർഷൻ ആദ്യത്തെ റോയ്ക്ക് ബ്രൗസർ വിൻഡോയുടെ ടോട്ടൽ ഏരിയയുടെ ഒരു 30% സ്പേസ് ഒക്യുപ്പൈ ചെയ്യാം. ബാക്കിയുള്ള 70% രണ്ടാമത്തെ ഡിവിഷൻ ആയിരിക്കും, രണ്ടാമത്തെ റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 റോസ് ആണ്. ഇനി ആ ഓരോ ഡിവിഷനിലും ഏത് ഫയലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഫ്രെയിം സെറ്റ് ടാഗിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന 2 ഫ്രെയിം ടാഗുകളും. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഫ്രെയിം ടാഗ് ഈസ് എൻ എംപ്റ്റി ടാഗ്, വേറാസ് ഫ്രെയിം സെറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. കാണുന്നുണ്ടല്ലോ? അപ്പോൾ ആദ്യത്തെ ഫ്രെയിം ടാഗിനോടൊപ്പം SRC ആട്രിബ്യൂട്ടിൽ sample1.html എന്നൊരു HTML ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഫ്രെയിം ടാഗിനോടൊപ്പം sample2 എന്ന ഒരു HTML ഫയൽ. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുന്ന HTML കോഡിൽ ബോഡി ടാഗ് ഉണ്ടാകില്ല. സാധാരണ ഹെഡ് സെക്ഷൻ കഴിഞ്ഞാൽ ബോഡി ടാഗ് അല്ലേ പറയാറുള്ളത്, പക്ഷേ ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുന്ന HTML കോഡിൽ ബോഡി ടാഗ് ഉണ്ടാകില്ല. ബിക്കോസ് അതിൻ്റെ പർപ്പസ് എന്താ? ആ HTML ഫയലിൻ്റെ പർപ്പസ് എന്താ? ബ്രൗസർ വിൻഡോയെ ഡിവൈഡ് ചെയ്യുക, ഹൊറിസോണ്ടലിയോ വെർട്ടിക്കലിയോ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് തന്നെ അതിനകത്ത് ബോഡി ടാഗ് ഉണ്ടാകത്തില്ല. sample1.html ഒരു ചെറിയൊരു ഫയൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. sample1.htmലും sample2.htmലും എന്താണെന്നുള്ളതിൻ്റെ ആ 2 HTML ഫയലുകളുടെയും ബോഡി പാർട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ടെക്സ്റ്റാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഫ്രെയിമിനെ കുറിച്ച് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. ഈ HTML കോഡ് വെബ് പേജായിട്ട് മാറുമ്പോൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു കണ്ടോളൂ. ഇതേ കാണുന്നില്ലേ? ബ്രൗസർ വിൻഡോയെ ഹൊറിസോണ്ടലി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ തയ്യാറാക്കിയ വെബ് ഡോക്യുമെൻ്റ്, HTML ഡോക്യുമെൻ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. കാണുന്നുണ്ടല്ലോ? കണ്ടില്ലേ? ബ്രൗസർ വിൻഡോ ഹൊറിസോണ്ടലി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ അപ്പർ പാർട്ട് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ടോട്ടൽ സ്പേസിൻ്റെ ഒരു 30% ഏരിയ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ബ്രൗസർ വിൻഡോയുടെ ടോട്ടൽ ഏരിയയുടെ ഒരു 30% ഏരിയ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഡിവിഷൻ. രണ്ടാമത്തതിന് വേണ്ടി റിമൈനിങ് പോർഷൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ, ആ ഫ്രെയിം സെറ്റ് എന്ന ഹെഡറോട് കൂടിയുള്ള ഒരു HTML ഡോക്യുമെൻ്റ് ആണ് ആദ്യത്തെ റോയിൽ കാണുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ, ആ ബ്രൗസർ വിൻഡോയുടെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ സ്ക്രോൾ ബാർ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഫയൽ ഈസ് എ ലെങ്തി ഫയൽ, ദാറ്റ് പേജ് ഈസ് എ ലെങ്തി പേജ്. ദ ഹോൾ കണ്ടന്റ് ഓഫ് ദാറ്റ് പേജ് കനോട്ട് ബി ഡിസ്പ്ലേഡ് ഓൺ ദാറ്റ് സ്പെസിഫൈഡ് ഏരിയ. ഇനിയും അവിടെ ബാക്കി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനാണല്ലോ സ്ക്രോൾ ബാർ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും ആ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഭാഗം ഇങ്ങനെ സ്ക്രോൾ അപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഫ്രെയിം ടാഗിനോടൊപ്പം നെയിം ആട്രിബ്യൂട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ഇത്തവണത്തെ കോഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്രൗസർ വിൻഡോയെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. കോൾസ് എന്ന ആട്രിബ്യൂട്ടാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വാല്യൂസ് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ നേരത്തെ പെർസെൻറ്റേജ് വൈസ് ആയിട്ടാണ് പറഞ്ഞത്. ഇത്തവണ അങ്ങനെയല്ല, 250, പിക്സൽസിൻ്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 250, എന്നുള്ള നിലയിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിൽ ഒന്നാമത്തെ കോളത്തിൽ
സാമ്പിൾ 1.html എന്ന ഫയലിനെയാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നത്. രണ്ടാമത്തെ ഫ്രെയിമിൽ കണ്ടില്ലേ, SRC ആട്രിബ്യൂട്ട് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നെയിം ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നു. നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത് ആർ ഫ്രെയിം. റൈറ്റ് സൈഡിലെ കോളം, റൈറ്റ് സൈഡിലെ ഡിവിഷൻ ആയതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് ആർ ഫ്രെയിം. ആർ ഫ്രെയിം എന്ന പേര് ഉപയോഗിച്ചിട്ട് ബ്രൗസർ വിൻഡോയുടെ സെക്കൻഡ് കോളത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നത്. നോക്കാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ആ സാമ്പിൾ 1.html ഞാൻ ഇവിടെ കാണിക്കുന്നു. ആ ഫയലിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. അണ്ടർലൈൻഡ് പോർഷൻ ഒരു ആങ്കർ ടാഗ് യൂസ് ചെയ്തിരിക്കുന്നു, കണ്ടില്ലേ? 2 സ്ഥലങ്ങളിലായിട്ട് ആങ്കർ ടാഗ് യൂസ് ചെയ്തു. ഒരിടത്ത് ആദ്യത്തെ സ്ഥലത്ത് hrefനോടൊപ്പം sample3.html എന്ന ഫയലാണ് ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അതായത് ആ ഫസ്റ്റ് ആരോ മാർക്ക് കാണുന്നിടത്ത് ബ്രൗസർ എന്ന വാക്കല്ലേ കാണുന്നത്, ആങ്കർ ടാഗിനുള്ളിലെ ടെക്സ്റ്റ് ബ്രൗസർ എന്നാണ് കാണുന്നത്. അപ്പോൾ ബ്രൗസർ ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യും. ആ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ആ ബ്രൗസർ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ sample3.html എന്ന ഫയല് ആർ ഫ്രെയിം എന്ന പേരുപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കോളത്തിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയും വലിയ കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്, ഇത്രയും വലിയൊരു ഇൻഫർമേഷനാണ് കൊടുത്തേക്കുന്നത്. href equals sample3.html, ടാർഗറ്റ് ആർ ഫ്രെയിം, ബ്രൗസർ, ക്ലോസിംഗ് ആങ്കർ ടാഗ്. ഇതിലൂടെ നമ്മൾ ബ്രൗസറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇതൊക്കെയാണ്. എന്താണ് ഈ പറയുന്ന വെബ് പേജ് sample1.html എന്ന വെബ് പേജിൽ ബ്രൗസർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർ ഫ്രെയിം എന്ന പേരുപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫ്രെയിമിൽ sample3.html ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ തന്നെയാണ് രണ്ടാമതും കാണുന്നത്. ആ സെക്കൻഡ് അണ്ടർലൈൻഡ് പോർഷൻ കണ്ടോ, അവിടെ പറയുന്നു, സെക്കൻഡ് ആരോയും കൂടി ശ്രദ്ധിച്ചോളൂ, ഫ്രെയിം എന്ന ടെക്സ്റ്റ് അതിനാണല്ലോ ഹൈപ്പർ ലിങ്ക് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. ആ ഫ്രെയിം എന്ന വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർ ഫ്രെയിം എന്ന പേരുപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രണ്ടാമത്തെ കോളത്തിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ sample2.html എന്ന ഫയൽ ഡിസ്പ്ലേ ചെയ്യുക എന്നാണ് കാണുന്നത്. അപ്പോൾ sample1 എന്ന HTML ഫയലും sample2 എന്ന HTML ഫയലും കണ്ടു. ഞാൻ sample3 കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഒരു HTML ഫയലിനെയാണ് sample3 എന്ന പേര് ഉപയോഗിച്ച് സേവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നോക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയോളൂ. ഫസ്റ്റ് കോളത്തിൽ ഒന്നാമത്തെ ഫയൽ കാണിക്കുന്നുണ്ട് sample1.html. അവിടെ ബ്രൗസർ എന്ന ലിങ്കിലാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, വലതുവശത്ത് ആർ ഫ്രെയിം എന്ന പേര് ഉപയോഗിച്ച് സെക്കൻഡ് കോളം ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അവിടെ ഇപ്പോൾ sample3 എന്ന ഫയൽ റൺ ചെയ്തു. ഇതാ വീണ്ടും നോക്കിയോളൂ, ഫസ്റ്റ് കോളത്തിൽ ഫ്രെയിം എന്ന വാക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫ്രെയിം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ, ആർ ഫ്രെയിം എന്ന പേര് ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത രണ്ടാമത്തെ കോളത്തിൽ മറ്റൊരു ഫയലാണ് കാണിക്കുന്നത്. ദേ മാറി മാറി അവിടെ വരുന്നുണ്ട്. ബ്രൗസറിൽ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വെബ് പേജിനെ ലോഡ് ചെയ്യുന്നു രണ്ടാമത്തെ കോളത്തിൽ. ഫ്രെയിം എന്ന വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട HTML ഫയലിനെ ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോഡാണ്. കഴിഞ്ഞ കോഡിലൊക്കെ നമ്മൾ കണ്ടത് ഫ്രെയിം സെറ്റ് ടാഗിനുള്ളിൽ ഫ്രെയിം എന്ന ടാഗുകൾ മാത്രമായിരുന്നു. ഇത്തവണ ഫ്രെയിം സെറ്റ് എന്ന കോൾസ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടാഗിനുള്ളിൽ ഒന്നാമത്തെ എൻട്രി ആയിട്ട് ഒരു ഫ്രെയിം ടാഗ് ഉപയോഗിച്ചിരിക്കുന്നു, sample1.html എന്ന വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. രണ്ടാമത് ഫ്രെയിം എന്ന് പറയുന്നതിന് പകരം മറ്റൊരു ഫ്രെയിം സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വെർട്ടിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് ആദ്യം പറഞ്ഞത്. കോൾസ് എന്ന ആട്രിബ്യൂട്ട് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രൗസർ വിൻഡോയെ വെർട്ടിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നാവശ്യപ്പെട്ടു. അതിൽ ഒന്നാമത്തെ കോളത്തിൽ sample1.html എന്ന ഫയൽ ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ കോളത്തിൽ ഫയലിൻ്റെ പേര് പറയുന്നതിന് പകരം മറ്റൊരു ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവിടെ ആട്രിബ്യൂട്ടായിട്ട് എന്താ കൊടുത്തേക്കണേ, റോസ് ഈക്വൽസ് 60%, 40%. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ കോളത്തിനെ ഹൊറിസോണ്ടലി രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക, 2 റോകളാക്കി മാറ്റുക. അപ്പോൾ 2 HTML ഫയൽസ് ഡിസ്പ്ലേ ആണല്ലോ. അതാണ് അവിടെ കാണുന്ന ഫ്രെയിം SRC sample2.html, ഫ്രെയിം SRC sample3.html. ഫലത്തിൽ 3 HTML പേജുകളെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന ഫ്രെയിം സെറ്റുകളെ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയാറുണ്ട്. ഫ്രെയിം സെറ്റിനുള്ളിൽ മറ്റൊരു ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുക, അതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ദാ കണ്ടില്ലേ ആ പേജ്. ബേസിക്കലി ബ്രൗസർ വിൻഡോയെ 2 കോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ കോളത്തിൽ ഒരു വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നു, എനിക്ക് തോന്നുന്നു sample1.html എന്ന ആ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. രണ്ടാമത്തെ കോളത്തിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത്തവണ അത് ഹൊറിസോണ്ടലി ആണെന്ന് മാത്രം. അപ്പോൾ അത് 2 റോകൾ അവിടെ ക്രിയേറ്റഡ് ആയി. ഒന്നാമത്തെ റോയിൽ ഒരു HTML ഫയൽ കാണിക്കുന്നു, രണ്ടാമത്തെ റോയിൽ മറ്റൊരു HTML ഫയൽ കാണിക്കുന്നു. സോ ദാറ്റ്സ് ദ ഔട്ട്പുട്ട് ഓഫ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്.
നോ ഫ്രെയിം എന്നൊരു ടാഗ് ഇതിനോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫ്രെയിം സെറ്റിനെ സപ്പോർട്ട് ചെയ്യാത്ത വെബ് ബ്രൗസേഴ്സ് ഉണ്ടാകാം. വി ക്യാൻ ഇൻക്ലൂഡ് എ കോണ്ടന്റ് വെൻ ഫ്രെയിംസ് ആർ നോട്ട് സപ്പോർട്ടഡ് ബൈ ദി വെബ് ബ്രൗസർ. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് നോ ഫ്രെയിം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വെബ് പേജ് ഡിസൈനിങ്ങിലേക്കാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ മിക്കവാറും എല്ലാറ്റിലും തന്നെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാറുണ്ട്. നമ്മൾ വെബ് ഡിസൈനിങ്ങിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് പറഞ്ഞപ്പോൾ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ സെർവർ സൈഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നു, ആ ഡേറ്റയെ വാലിഡേറ്റ് ചെയ്യുന്നു, ആ ഡേറ്റയെ മറ്റെങ്ങോട്ടോ സബ്മിറ്റ് ചെയ്യുന്നു, തിരിച്ച് മറ്റെവിടെയോ ഉള്ള സെർവറിനകത്തുള്ള ഡേറ്റ തിരിച്ച് നമ്മുടെ വെബ് പേജിലേക്ക് റിട്രീവ് ചെയ്ത് നമ്മളത് കാണുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും സെർവറിനകത്തുള്ള ഡേറ്റ തിരികെ നമുക്ക് കാണുവാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ഫോം ടാഗ്. ആ ഫെസിലിറ്റിക്ക് ഫോംസ് എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ ഡിസൈൻ വെബ് ഫോംസ് ഇൻ വെബ് പേജസ്. ഫോംസ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡേറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ, അതുപോലെ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയെ വാലിഡേറ്റ് ചെയ്ത് പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നതിനായിട്ട് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയൊക്കെ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി അല്ലെങ്കിൽ ഡേറ്റ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് ഫോംസ് ഡിസൈൻ ചെയ്യുന്നത്. അത്തരം ഫോംസ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഫോം ടാഗ്. സോ ഇറ്റ് ഈസ് യൂസ് ടു ഡിസൈൻ എ ഫോം ഇൻ ദ വെബ് പേജസ്. അതിനോടൊപ്പം ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ്. വെറുതെ ഒരു ഫോം ഡിസൈൻ ചെയ്യാൻ ഈ ആട്രിബ്യൂട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെങ്ങനെ? വെറുതെ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ, വെറുതെ അല്ലല്ലോ ഡിസൈൻ ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു ഫോം ഡിസൈൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നത് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അവിടെ അത് സ്റ്റോർ ചെയ്യുകയോ വാലിഡേറ്റ് ചെയ്യപ്പെടുകയോ പ്രോസസ്സ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ, മെത്തേഡ് എന്നീ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ടായേ പറ്റുള്ളൂ. ടാർഗറ്റ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും പേർപ്പസ് എന്താണെന്നുള്ള കാര്യം. ആക്ഷൻ എന്നൊരു ആട്രിബ്യൂട്ട് അത് ഉപയോഗിക്കുന്നത് ഫോമിലൂടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ ഇൻപുട്ട് ചെയ്തു അവസാനം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഡേറ്റയെ ഏത് ഫോം ഹാൻഡ്ലറാണ് കൈകാര്യം ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. അതെന്തോ ഈ ഫോം ഹാൻഡ്ലർ? വേറൊന്നുമല്ല, സെർവർ സൈഡ് പ്രോഗ്രാം. ഇറ്റ്സ് എ പ്രോഗ്രാം ഇൻ ദ വെബ് സെർവർ വിച്ച് അക്സെപ്റ്റ്സ് ദ ഡേറ്റ, വിച്ച് വാലിഡേറ്റ്സ് ദ ഡേറ്റ, പ്രോസസ്സസ് ദ ഡേറ്റ. അതിനൊക്കെ വേണ്ടിയിട്ട് സെർവറിൽ പ്രോഗ്രാംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. സെർവർ സൈഡ് പ്രോഗ്രാംസ്, PHP പോലെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അതിനാണല്ലോ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാകും. അതിനെയാണ് ഫോം ഹാൻഡ്ലർ എന്ന് പറയുന്നത്. ആ ഫോം ഹാൻഡ്ലറിൻ്റെ പേര് വേണം ആക്ഷൻ എന്ന ആട്രിബ്യൂട്ടിൽ കൊടുക്കേണ്ടത്. ഏത് പ്രോഗ്രാമാണ് ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത് അതാണ് ആക്ഷൻ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഡേറ്റയെ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഗെറ്റ് എന്നും പോസ്റ്റ് എന്നും രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒരു ഡേറ്റ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് ഇവർ തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, അതിൻ്റെ പർപ്പസ് എന്താണ്? ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അത് ഏത് വിൻഡോയിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ ഫോമിൽ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ ഏത് വിൻഡോയിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ടാർഗറ്റ്. നേരത്തെ കണ്ടല്ലോ, ടാർഗറ്റ് ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ, അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ്. ഫോം കൺട്രോൾസ്, അതായത് ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഡേറ്റ ഇൻപുട്ടിന് വേണ്ടിയുള്ളത്, ഏതൊക്കെ രീതിയിൽ ഡേറ്റ ഇൻപുട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഫോം ടാഗിനുള്ളിൽ നിരവധിയായ ടാഗ്സ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാഗാണ് ഇൻപുട്ട് ടാഗ്. ദിസ് ടാഗ് gives the provision to accept input from the user. നമ്മളിൽ നിന്നും ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻപുട്ട് എന്ന ടാഗ്. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് കുറേയേറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ടൈപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പല രീതിയിലുള്ള ഇൻപുട്ട് അത് സ്പെസിഫൈ ചെയ്യാനാണ് ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. നെയിം, വാല്യൂ, സൈസ്, മാക്സ് ലെങ്ത് തുടങ്ങിയ ആട്രിബ്യൂട്ട്സ് ആണ് സാധാരണഗതിയിൽ ഇൻപുട്ട് ടാഗിനോടൊപ്പം ഉപയോഗിക്കുന്നത്. ഇതിൽ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നത്, അത് പല രീതിയിലാകാം. അതാണ് അതിൻ്റെ വാല്യൂസ് സൂചിപ്പിക്കുന്നത്. ടൈപ്പ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ദേ ഈ കാണുന്ന വാല്യൂസ്, ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, റീസെറ്റ്, സബ്മിറ്റ്, ബട്ടൺ, ഇതിലേതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ ആ ഇൻപുട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ്റെ ടൈപ്പിലൊരു വ്യത്യാസം വരും. വ്യക്തമാക്കി തരാം. ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ
ഒരു ടെക്സ്റ്റ് ബോക്സ് ഫോം ചെയ്യുന്നു. എവിടെ? ആ ഫോമിനുള്ളിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. വെയർ വി ക്യാൻ ഇൻപുട്ട് ദ ഡേറ്റ ബൈ ടൈപ്പിംഗ് ത്രൂ ദ കീബോർഡ്. കീബോർഡിലൂടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും ടെക്സ്റ്റ് ബോക്സിലൂടെ. അതിനുവേണ്ടിയാണ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ടൈപ്പ് ഈക്വൽസ് പാസ്വേഡ് എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളൊന്നും അവിടെ തെളിഞ്ഞു വരില്ല. ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാൻ സാധിക്കും, പക്ഷേ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ തെളിയില്ല, പകരം മറ്റേതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് പാസ്വേഡ്. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുക്കും. അതെന്തിനാണെന്നറിയോ? ഇപ്പോൾ ചില ഇൻപുട്ടിൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ബയോഡേറ്റ ഇൻപുട്ട് ചെയ്യുന്ന ഒരു ഫോം ഉണ്ടെന്ന് കരുതുക. അതിനകത്ത് ചിലപ്പോൾ ഒരു എൻട്രി ഉണ്ടാവും, ലാംഗ്വേജസ് നോൺ, നമുക്കറിയാവുന്ന ഭാഷകൾ, അത് സ്പെസിഫൈ ചെയ്യാനായിട്ട് അവിടെ ഒരു ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കാണും എന്താ പറയുക, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. അപ്പോൾ ചിലർക്ക് ഒന്നിലധികം ഭാഷകൾ അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിലധികം ഡേറ്റ, അത് എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്തല്ല, ഒന്നിലധികം ഡേറ്റ ഇൻപുട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റത്തിൽ നിന്നും ചിലതൊക്കെയാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റ ഐറ്റംസ് നമുക്ക് തന്നിരിക്കും. അതിൽ ചിലതൊക്കെ, ഒന്ന് മാത്രമല്ല, ഒന്നോ ഒന്നിലധികമോ ഒക്കെ ഇൻപുട്ട് ചെയ്യേണ്ടി വരുമ്പോഴത്തേനും അതിനുള്ള ഫെസിലിറ്റിയാണ് ചെക്ക് ബോക്സിലൂടെ നൽകുക. നമ്മൾ ഓരോ ഐറ്റത്തിലും വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വീഴും. ഓരോ ഐറ്റത്തിനോടുമൊപ്പം ഒരു സ്ക്വയർ ഉണ്ടാവും, ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഏത് ഐറ്റം ക്ലിക്ക് ചെയ്യുമോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയറിൽ ഒരു ടിക്ക് മാർക്ക് വീഴും. ഒന്നിലധികം ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ചെക്ക് ബോക്സിലൂടെ. എന്നാൽ റേഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ടൈപ്പ് ഈക്വൽസ് റേഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ആണ്, റേഡിയോ ബട്ടൺസ് എന്ന് പറയും. അവിടെ സ്ക്വയർ ബോക്സ് അല്ല വരുന്നത്, ഒരു സർക്കിൾ ആയിരിക്കും കാണുക ഓരോ ഐറ്റത്തിനോടുമൊപ്പം. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബയോഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നൊരു ഫോമിനകത്ത് ജെൻഡർ എന്നൊരു എൻട്രി ചിലപ്പോൾ ഉണ്ടായേക്കാം. ജെൻഡർ അല്ലേ? അതിന് 3 ഓപ്ഷൻസ് തന്നേക്കാം, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ. ഏതെങ്കിലും ഒന്നല്ലേ ആവുള്ളൂ. ഒരു വ്യക്തിക്ക് ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്ത് കൊടുത്തു കഴിഞ്ഞാൽ? റേഡിയോ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ റീസെറ്റ്. നമ്മളൊരു ഫോമിൽ കുറേ ഡേറ്റ ഫില്ല് ചെയ്തു, കുറേ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് മനസ്സിലായത് അതൊക്കെ തെറ്റായിപ്പോയെന്ന്. ഇതെല്ലാം ഒന്ന് എറേസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ മൊത്തം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് റീസെറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ. സബ്മിറ്റ് എന്നൊരു വാല്യൂ ഉണ്ട്. ടൈപ്പ് ഈക്വൽസ് സബ്മിറ്റ്. ആ വാല്യൂ ഉപയോഗിക്കുമ്പോൾ ഒരു ബട്ടണാണ് ഉണ്ടാകുന്നത്. ഫോമിലൊരു ബട്ടൺ ഉണ്ടാകും. ആ ബട്ടണിൽ എന്ത് എഴുതി കാണിക്കണം എന്നുള്ളത് പിന്നാലെ പറയാം. എന്തായാലും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് ഈക്വൽസ് സബ്മിറ്റ് എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഫോമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോമിൽ എന്തെല്ലാം ഡേറ്റയുണ്ടോ അതെല്ലാം എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ആക്ഷൻ എന്ന ആട്രിബ്യൂട്ടിൽ, ഫോമിലെ ആക്ഷൻ എന്ന ആട്രിബ്യൂട്ടിനോടൊപ്പം ഏത് ഫോം ഹാൻഡ്ലറാണോ കൊടുത്തിരിക്കുന്നത്, ഏത് സെർവർ സൈഡ് പ്രോഗ്രാമാണോ കൊടുത്തിരിക്കുന്നത്, ആ പ്രോഗ്രാമിലേക്ക് ഈ ഡേറ്റ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യും സബ്മിറ്റ് എന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ബട്ടൺ എന്നൊരു വാല്യൂ ഉണ്ട്. ടൈപ്പ് ഈക്വൽസ് ബട്ടൺ എന്ന് പറയുമ്പോൾ ഫോമിൽ അഡീഷണൽ ബട്ടൺസ് ഉണ്ടാകും. ഡിഫോൾട്ടായിട്ടുണ്ടാകുന്ന 2 ബട്ടൺസ്, ഒന്ന് റീസെറ്റിന് വേണ്ടിയും സബ്മിറ്റിന് വേണ്ടിയും 2 ബട്ടൺസ് ഓൾറെഡി ഉണ്ടാകും. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോമിൽ ചില ബട്ടൺസ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ബട്ടൺ. സ്ക്രിപ്റ്റ്സ് ഒക്കെ ഒരു HTML ഫയലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ബട്ടണിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ആ സമയത്ത് കാണാം. പിന്നെ ചില ആട്രിബ്യൂട്ട്സ്, നെയിം. അഫ്കോഴ്സ് ഓരോ കൺട്രോളിനും ആ ടെക്സ്റ്റ് ബോക്സിനെ റെഫർ ചെയ്യണം. ബിക്കോസ് ഈ ഫോമിലുള്ള ഡേറ്റയെ മുഴുവൻ പ്രോസസ്സ് ചെയ്യേണ്ടി വരുമല്ലോ, പ്രോഗ്രാം എഴുതേണ്ടി വരുമല്ലോ. ആ പ്രോഗ്രാമിനകത്ത് ഈ ഡേറ്റയെ റെഫർ ചെയ്യാനൊരു മാർഗം വേണം. ഇന്ന ടെക്സ്റ്റ് ബോക്സിലുള്ള ഡേറ്റ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിനെ തിരിച്ചറിയാൻ അതിനൊരു പേരിടണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് നെയിം. ഒരു 3 റേഡിയോ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് കൊടുത്തു. ആ ഓപ്ഷനെ തിരിച്ചറിയാൻ ഒരു മാർഗം വേണം, പേരിടാം. സോ അങ്ങനെ ഓരോ ഇൻപുട്ട് കൺട്രോളിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പേര് നൽകാൻ സാധിക്കും. ആ പേര് നൽകാനുള്ളൊരു പ്രൊവിഷനാണ് നെയിം എന്നൊരു ആട്രിബ്യൂട്ട്. ടു ഐഡൻറ്റിഫൈ ദാറ്റ് പെർട്ടിക്കുലർ കൺട്രോൾ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. വാല്യൂ, ഈ ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം ഈ കൊടുക്കുന്ന ഓരോ കൺട്രോളിനും ഒരു പെർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കും. അത് കോഡ് എഴുതുമ്പോൾ മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സബ്മിറ്റ് ബട്ടൺ ഉപയോഗിച്ചു, ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു സബ്മിറ്റ് ബട്ടണാണ് വരേണ്ടത്. ആ ബട്ടണിൻ്റെ മുകളിൽ എന്ത് എഴുതി കാണിക്കണം? ഫോമിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ബട്ടണിൽ എന്ത് ടെക്സ്റ്റാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് കൊടുക്കുന്നത് വാല്യൂവിലാണ്. ഞാൻ ചിലപ്പോൾ സെൻഡ് എന്നായിരിക്കും കൊടുക്കുക. ടൈപ്പ് ഈക്വൽസ് റീസെറ്റ് പറയാം, അപ്പോഴും ഒരു ബട്ടൺ ഉണ്ടാകും. ആ ബട്ടണിൽ എന്താ എഴുതി കാണിക്കേണ്ടത്? ക്ലിയർ എന്നാണോ? എങ്കിൽ വാല്യൂ ഈക്വൽസ് ക്ലിയർ എന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പല കൺട്രോൾസിനും ഒരു പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാല്യൂ ആട്രിബ്യൂട്ട്. പിന്നെ സൈസ് ഉണ്ട്.
പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബോക്സിൻ്റെയൊക്കെ സൈസ്, ടെക്സ്റ്റ് ബോക്സിന് എത്ര വലിപ്പം വേണം, ഐ മീൻ എത്ര ക്യാരക്ടേഴ്സിനെ ഒക്കുപ്പൈ ചെയ്യാൻ പാകത്തിന് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നതിനാണ് സൈസ് എന്ന ആട്രിബ്യൂട്ട്. മാക്സ് ലെങ്ത് എന്നൊരു ആട്രിബ്യൂട്ട്, ഇതും പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബോക്സിനോടൊപ്പമാണ് സാധാരണ വരുന്നത്. ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ മാക്സ് ലെങ്ത് പറയാറുണ്ട്. ആ ടെക്സ്റ്റ് ബോക്സിൽ എത്ര അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്താൽ മതി, ഒരുതരം വാലിഡേഷനാണ്. ഓക്കെ, ഫോം ടാഗിനുള്ളിൽ ഏറ്റവും അധികം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ഇൻപുട്ട്. കാരണം പല തരത്തിലുള്ള ഇൻപുട്സ് നമുക്ക് നൽകുവാൻ സാധിക്കും ഈ ഇൻപുട്ട് ടാഗിലൂടെ. ഇനിയും നിരവധിയായ ഇൻപുട്ട് കൺട്രോൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിസ്റ്റ് ബോക്സ്, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ, മൾട്ടി ലൈൻ തുടങ്ങി നിരവധിയായ ഇൻപുട്ട് കൺട്രോൾസ് വേറെയുമുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ ഇൻപുട്ട് ടാഗും അതിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു പ്രോഗ്രാം എഴുതിയതിന് ശേഷം തുടർന്നുള്ള കൺട്രോൾസിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമും തുടർന്നുള്ള കൺട്രോൾസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു അസൈൻമെൻറ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തുവാ, ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ പരിചയപ്പെടുന്ന ഓരോ ടാഗുകളും അവയുടെ ഉപയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട ആട്രിബ്യൂട്ടുകളും ആ ആട്രിബ്യൂട്ടിൻ്റെ പർപ്പസും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫ്രം ദ ഫസ്റ്റ് ക്ലാസ് ഇറ്റ് സെൽഫ്. അതിങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടാഗുകളും ആട്രിബ്യൂട്ടുകളും അതിൻ്റെ പർപ്പസും ഒക്കെ ചേർത്തുകൊണ്ട് ആ ടേബിളിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.